Cheers. പരിപാടി സൂപ്പറാ. നമുക്കിനി എപ്പോഴും ഇത് മതിന്നേ. സൂപ്പർ. അത് ശരിയാ. സൈലൻസ് സൈലൻസ്. എനിക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയണം. അത് പറഞ്ഞ് തുറക്ക്. എന്നെ നാട്ടുകാരെല്ലാരും കൂടെ കുറ്റം പറഞ്ഞ് അപ്പോഴും എന്നെ ചേർത്ത് പിടിച്ച് നീ തലയുയർത്തി നടക്കണമെന്ന് പറഞ്ഞ് ഒരാൾ. ആരാണ് അയാൾ? നിനക്ക് പറയാൻ പറ്റുമോ ആർക്കും? എന്റെ അച്ഛനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? യെസ്, നാരായണൻ. ലിക്കർ നാരായണൻ എന്ന് നാട്ടുകാർ പറയുന്ന നാരായണൻ. ഇവന്റെ തന്തപ്പൻ വൈശാൻസ്. ചാവാൻ കിടക്കുന്ന നാരായണേട്ടൻ അഥവാ ചത്തു മേപ്പോട്ട് പോയാൽ അയാളുടെ ആത്മാവ് എന്നോട് പൊറുക്കൂ. അയാള് ചത്തില്ലല്ലോ. സാധനം കേശ. ഞാനൊരു സങ്കല്പത്തിൽ പറഞ്ഞതല്ലേ. സങ്കല്പത്തിൽ ചത്താലും ജുരിഷ്ക്ക് ചത്താലും ഒന്നും വരാൻ പോണില്ല. ഓരോരത്തിക്കട്ട് ചത്താലും സാധനം കഴിഞ്ഞ് ഞമ്മക്ക് പോവാ. ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. രാജേഷേ റോഡിലേക്ക്. രാജേഷേ ഇന്ന് വൈകിട്ട് എന്താ വേണ്ടത്? ഇന്ന് വൈകിട്ട് ഒരു പരിപാടി ഇല്ല. എനിക്ക് ഇന്നത്തെ ഈ പരിപാടി ഭയങ്കര ഇഷ്ടായി. ഭയങ്കര ഇഷ്ടായി. സൂപ്പർ സാധന. പക്ഷെ നീ നാരായണേട്ടന്റെ മോനല്ലേ. എനിക്ക് നാരായണേട്ടൻ എങ്ങനെ അതുപോലെയല്ലേ. നമുക്കൊരു പാട്ട് പാടാം. എന്താണെന്നറിയാം? ഞാൻ പഠിച്ചരാ. ഡാൻസ് കളിക്ക്. കൂടാരച്ചെപ്പിനാവിന്റെ ഈറ്റം നിറയ്ക്കുന്നതാരേ. അതാണ് പാടുന്നത്. നല്ല പോസിലാണല്ലോ. ചിത്ര, എടി ചിത്ര. ആ ദാ വരുന്നു. എന്തേട്ടാ? അവിടെ വെച്ച കുപ്പികളെവിടെ? ഓ അതോ, അത് ഞാൻ ആക്രിക്ക് കൊടുത്തു. അതൊന്ന് വാർത്തിരുന്നെങ്കിൽ ഒരു തരിപ്പിനുള്ള ഞാൻ കിട്ടിയിരുന്നു. അതെല്ലാം നീ കളഞ്ഞു കുടിച്ചില്ലേടി. നിന്നെ ഞാൻ മോനടാ അവൻ ചെയ്യല്ലടാ. മിണ്ടരുത് മോനെ, നിന്റെ അച്ഛനില്ലടാ മോനെ. ഇങ്ങനെയൊന്നും പറയരുത്. അച്ഛന് മരുന്നും ഗുളികയും കിട്ടുന്നില്ലേ എന്ന് ചോദിക്കേ. അത് കിട്ടണമെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. മോനെ, അമ്മയ്ക്കെല്ലാം മറക്കാം. എന്റെ കുട്ടിക്കാലമാണ് ഇയാൾ നശിപ്പിച്ചത്.
ഓർമ്മ വെച്ചത് മുതൽ അടികൊണ്ടാണ് ഞാൻ വളർന്നത്. അത് പിന്നെ പേടിയായി, വെറുപ്പായി, പകയായി. അമ്മ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവൻ പറയട്ടെ ലക്ഷ്മി, തെറ്റുകളുടെ ഒരു കൂമ്പാരമായിരുന്നില്ല എന്റെ ജീവിതം. അവൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളാരും നോക്കിയിട്ടില്ലല്ലോ. നാരായണേട്ടാ, ആ കൃഷ്ണന്റെ കപ്പയിലെ മീൻകറി ഒരു കോമ്പിനേഷൻ കടപ്പുറത്ത് കൊണ്ടുവന്നതാണ് എന്നോട് പറഞ്ഞത്. നല്ലും കുട്ടി മുറക്കി നടക്കണം. ആരാണ് ആരാണ് ഞാനല്ല നീയല്ല തിരകളല്ല അങ്ങേ മാനത്ത്. ആ പാട്, എനിക്ക് പാട്ടോണ്ട് വരുന്നില്ല. പാടിക്കോ, നിങ്ങള് പാട്, നിങ്ങളല്ലേ ഗായകൻ. ഗായകന്മാര് പാടുന്ന പോലെ ഇപ്പൊ വാസു പാടിയാലും അങ്ങനെ ഇരിക്കും. കടപ്പുറത്തൊരല കൂടെ ഇഞ്ചൂടി നാലും അത് നിങ്ങൾ ആരാണ്? സത്യം പറഞ്ഞ നാരായണ, ഞാൻ നിങ്ങളെ പറഞ്ഞു വരട്ടെ, ഇതുവരെ കൊണ്ടുവന്നാക്കിയത് എന്റെ അറിഞ്ഞോ? ഇത് കേൾക്കാതാ ഞാനും. 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് അപ്പുറത്തില്ലേ അപ്പൂപ്പം. ലേശം പന്തികേടുണ്ട്, എനിക്ക് അർജന്റ് ആയിട്ട് പോവാനാ. ലേശം അർജന്റ് ഉണ്ട്. ലക്ഷ്മി, ഇതാണ് മക്കളുടെ മുമ്പിൽ വെച്ച് കുടിക്കരുത്, അസഭ്യം പറയരുത് എന്നൊക്കെ പറയണത്. ആരൊക്കെ വെറുത്താലും എനിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയില്ല. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇവൻ നന്നായിക്കോളും, എനിക്ക് ഉറപ്പുണ്ട്. പെണ്ണുങ്ങൾ വരും പാവങ്ങളാ. എന്താപ്പ അങ്ങനെ തോന്നാൻ? എന്റെ നല്ല ടൈമിലല്ല നിങ്ങൾ ദ്രോഹിച്ചിട്ടല്ലോ. ഇപ്പോ എനിക്ക് വയ്യാണ്ടായപ്പോ എന്നെ കൈവിളയിട്ടല്ലേ നിങ്ങളൊന്ന് നോക്കുന്നു. എന്നെ കളഞ്ഞിട്ട് എവിടെയും പോയി രക്ഷപ്പെട്ടു. എന്താ ഈ മനുഷ്യന്? ഞാൻ എവിടെ പോവാനാ? നിങ്ങളാണ് എൻ്റെ ലോകം. എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. കെട്ടിയോനാണ് കൺകണ്ട ദൈവം. നെഞ്ചുവേദന ഈ ടീച്ചറോട് എടുത്തു. ഇരിക്കൂട്ടോ. ഡോക്ടർ, സർ നമ്മുടെ പേഷ്യന്റ് വന്നിട്ടുണ്ട്, രാജേഷ്. ചെറിയൊരു വേരിയേഷൻ പ്രോബ്ലം ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫും അമ്മേന്റെ നല്ലൊരു സുഹൃത്താണ്. നമ്മുടെ ക്ലിനിക്കിലെ പേഷ്യന്റ് കൂടാണ്. എനിക്ക് സാറ് ഹെൽപ്പ് ചെയ്യണം. ആള് നല്ലൊരു മദ്യപാനിയാണ്. ഫാമിലിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ സാറൊന്ന് ജസ്റ്റ് ഒന്ന് അസുഖം കുറച്ച് കൂടുതലാണെന്ന തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആള് മദ്യപാനം ഒന്ന് നിർത്തും. ആ അമ്മയ്ക്ക് നോക്കാതെ ഒരു ഹെൽപ്പും കൂടെ ആവും. എന്റെ നൈബറാണ്. അമ്മയും മോളും എപ്പോഴും നമ്മളെ അടുത്ത് വരുന്നതാണ്. ഫാമിലിക്ക് ആയിട്ട് നല്ല അടുപ്പുള്ളവരാ. ആ ECG ആണ്. ആള് സുഹൃത്തുക്കളും കൂടിയാ വന്നിട്ടുള്ളത്. ഞാനൊന്ന് വിളിച്ചോട്ടെ. ഓക്കെ. രാജേഷ് അല്ലേ? എന്താ രാജേഷേ, മദ്യപാനൊക്കെ ഉണ്ടോ? കുറേശ്ശേയും പറ്റാത്ത അവസ്ഥകളപ്പോ. എന്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണല്ലോ രാജേഷേ.
ഇതിപ്പോ മദ്യപാനം നിർത്താൻ നല്ലത്. ഒട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോ. ഈ കഴിച്ചുകൊണ്ടിപ്പോ എന്താ കാര്യം? തന്റെ ജീവിതവും പോവും, കുടുംബത്തിന് മനസ്സമാധാനം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല ഇപ്പൊ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, ഇയാളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ, ഇയാളെ ഈ അവസ്ഥയിൽ ഇനി മദ്യപിക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ തൽക്കാലം കുറച്ച് മരുന്ന് എഴുതുന്നുണ്ട്. അത്യാവശ്യം മദ്യപിക്കണം എന്ന് തോന്നുന്ന സമയത്ത്, വല്ലാതെ ടെംപ്റ്റേഷൻ വരുന്ന സമയത്ത് മാത്രം ഈ ഗുളിക കഴിക്കുക. അതങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കൊന്നും വേണ്ട, വല്ലാതെ ടെംപ്റ്റേഷൻ വരുമ്പോൾ മാത്രം ഒന്ന് കഴിക്കാം. ഓക്കെ ഓക്കെ. ഹലോ, അതെ, ആ പറയൂ. അയ്യോ, എന്തു പറ്റി? ആ ആ ആ അതെ, ഞാൻ വരണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, രാജേഷ് ഏട്ടൻ ഉണ്ടോ അടുത്ത്? ആ, ഒന്ന് കൊടുക്കൂ. ഹലോ, ആ രാജേഷ് ഏട്ടൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, പിന്നെ വരുമ്പോ അച്ഛൻ്റെ മരുന്നൊന്ന് വാങ്ങിയിട്ട് വരുമോ? അച്ഛന് കുറച്ച് സുഖമില്ലായ്മ ഉണ്ട്. ആ ആ ശരി. മോനെ, അച്ഛൻ പോയടാ. ലഹരി വഴിയെ പോയവരെല്ലാം ലഹരിയിൽ മുങ്ങിത്താഴ്ന്നല്ലോ. ജീവിത വഴിയെ പോയവരെല്ലാം ജീവിത മധുരം നുകരുന്നല്ലോ. ലഹരി അതിൻ വിപത്തെന്നാൽ സമൂഹമതിൻ ശാപമോടെ കുടുംബമതിൻ കാവലും തേടി. പതിമതിൻ വേവിൻ ചൂടിൽ കനലായെരിയും ചിന്തയും മനവും. നാരീജന്മം നരനായാട്ടിൻ നായികയെരിയും കനലിൽ വ്യതയിൽ. കുടുംബമൊരു തീരാ ദുഃഖം കലഹം തീർക്കും ജീവിത ചക്രം. ജന്മമതൊരു നിരർത്ഥ ജന്മം.